ഹായ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ഒന്ന് ക്യാൻറ്റീനിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് പുറത്ത് പോകണം. സൺഡേ വരെ നമുക്കൊരു സമയം കിട്ടുള്ളൂ. കഴിഞ്ഞ് വന്ന് വീണ്ടും നാളേക്ക് സ്കൂളിലേക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്നിപ്പോൾ ഒരു ഇത്തിരി സമയം കിട്ടി. ഇന്നിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാനിപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഓക്കെ, ബൈ. വീഡിയോയിലോട്ട് പോവാം. വിളിക്കാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടോ. ഇന്ന് ബ്രൂണോനെ ഇവിടെ ഇട്ടിട്ടാണ് പോണേ. കാരണം സാധനം വാങ്ങാൻ പോകുന്നല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സ്ഥലത്തും എവിടെ പോകുമ്പോൾ ഇവനെ കൊണ്ടുപോകുന്നതാണ്. ഇന്ന് ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഈ സാധനം വാങ്ങുന്ന സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോയിട്ട് നമുക്ക് സാധനം എടുക്കാനൊന്നും കഴിയില്ല. എന്തായാലും വന്നിട്ട് എന്തായാലും അവനെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇതാ ഞാൻ റെഡിയായി. അപ്പോൾ നമുക്ക് പോവാം. ഹേ ഗൂഗിൾ, പ്ലേ മലയാളം കാർട്ടൂൺ. Okay, here's Malayalam cartoon on YouTube. ഇവന് ഭയങ്കര ഇഷ്ടമാണ് കാർട്ടൂണെല്ലാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഞാൻ എവിടെ പുറത്ത് പോകുമ്പോഴും ഇവന് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കലുണ്ട്. അല്ലെങ്കിൽ പാട്ടോ അല്ലെങ്കിൽ കാർട്ടൂണോ. ഇടയ്ക്ക് ഞാൻ ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ ഇവനത് കാണാറുമുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ എപ്പോഴൊന്നുമില്ലേ, എപ്പോഴെങ്കിലുമൊക്കെ. എന്തായാലും ഇപ്പോൾ നല്ല മൂഡിലാണ്. ഇപ്പോൾ നടന്ന് പോയി വന്ന് നല്ല ക്ഷീണിച്ചിരിക്കുക. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അമ്മ പോയിട്ട് വരാട്ടെ കണ്ണു ഉറങ്ങുമ്പോഴേക്ക് പോയിട്ട് വരാട്ടാ. മുങ്ങിക്കൊള്ളുക കേട്ടോ. ഞങ്ങൾ ഇന്ന് മിക്സി വാങ്ങാൻ പോവാട്ടോ. എൻ്റെ മിക്സി കേടായിട്ട് കുറേ മാസങ്ങളായി. ഞാൻ ഈ ഏട്ടൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഏട്ടനോട് പറഞ്ഞു, എനിക്ക് കർണാടക ഗവൺമെൻറ്റിൽ നിന്ന് ഒരു കോള് വന്നിരുന്നു, ധീര വനിതയ്ക്കുള്ള അവാർഡ്. എന്തിനാണെന്നറിയോ, ഒരു കൊല്ലമായിട്ട് പൊട്ടിയ ജാറും കൊണ്ട് ഒരു കൊല്ലമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേനെ. അല്ല ഏട്ടാ, അന്ന് ഏട്ടന് മനസ്സിലായി സമയം അതിക്രമിച്ചു, മിക്സി വാങ്ങി തന്നേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ക്യാൻറ്റീൻ പോയി മിക്സി വാങ്ങാൻ പോവാണേ. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം നമ്മൾ മിക്സി വാങ്ങോ ഇല്ലയോ എന്നുള്ളത്. അല്ലേ ഏട്ടാ? അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് എത്തി കേട്ടോ. ഏട്ടാ മുന്നിൽ പോകണുണ്ടോ? എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങളൊരു 2 കിലോമീറ്റർ ബാക്കിലുണ്ടാവും. ഏട്ടനുണ്ടാവും 5-6 കിലോമീറ്റർ മുന്നേ. കുറേ നേരം കഴിയുമ്പോഴാവും ഏട്ടൻ ഓർമ്മ ഞങ്ങളും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. അല്ല മിന്നു, ഇത് എപ്പോഴും അനുഭവമുള്ളതല്ലേ? സത്യമല്ലേ? നമ്മൾ ചേച്ചിയുടെ അടുത്ത് എത്തി കേട്ടോ. നമുക്ക് നോക്കാം ആരാ തുറക്കുന്നത്. ചേച്ചിയാണോ പറഞ്ഞോട്ടാണോ? ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങളോട് ഇന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളിവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങി തിരിച്ചു വീട്ടിൽ പോകും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത്. മൈ ലൈഫ് ഒന്നും എടുത്ത ശീലം. അപ്പം ഇങ്ങനെ പറയുന്നത് ചിരിക്കുക. നമ്മളെടുത്ത ശീലമുള്ളവർക്കല്ലേ ഇതൊക്കെ അറിയുള്ളൂ. അപ്പം എനിക്ക് അറിയുന്ന പോലെ ഞാൻ എടുക്കണം കേട്ടോ. ചേച്ചി ഇല്ലേ? ചേച്ചി പോയോ? ഹായ്, എനിക്ക് പേടിയാട്ടോ. ഞാൻ വന്ന് തൊടാൻ പോയില്ല. ഹലോ മുത്തമ്മ. ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ബാത്റൂം പോയതാ. പഴം ഇവിടെ ഉണ്ടായിരുന്നു.
You have tasted my birthday cake? ഞാൻ രാത്രിയില്ലേ തന്നെ ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ പരിപാടി ഇതാ ആ സമയത്ത് പാനസോണിക്കിൻ്റെ മിക്സി വാങ്ങിയ കേട്ടോ. ഇതേ നോക്കിയാണ് മിക്സി. ഇതിലിപ്പോൾ 3 ജാറുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടത് ഒരു സാധാ ഒരു ചെറിയ ജാറ്, ഒരു വലിയ ജാറും ഒരു ജ്യൂസറായിരുന്നു കേട്ടോ. അത് 3 ഉണ്ട്. ഇനി അങ്ങനെ ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും വാങ്ങി നോക്കി. പാനസോണിക്കിൻ്റെ മിക്സി അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ ഏട്ടനോട് പറഞ്ഞ കാര്യം ഇന്ന് റെഡിയായി. ഇങ്ങനെ ഞാൻ പാനസോണിക്കിൻ്റെ മിക്സി വാങ്ങി കേട്ടോ. കുറേ മാസങ്ങളായിട്ട് ഏട്ടനോട് പറഞ്ഞു നടക്കുന്ന കാര്യം ഇന്ന് സാധിക്കും. അതിലെടുത്തു അങ്ങനത്തെ നമ്മൾ മതി കഴിക്കില്ല ഈ പാനായിട്ട് എന്ത് ചെയ്യുന്നു ഇതെന്താ 2 ഇത് 1 ആനാണ്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു താവൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇതായിട്ടോ. അതായത് നമ്മുടെ കണ്ണൂർ റോഡിനാണ്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഈ റെസ്റ്റോറൻറ്റിൽ. നമ്മളിതുവരെ ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈം വരികയാണ്. ചേച്ചിയുടെ ഏതോ ഫ്രണ്ട് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അറിയില്ല, നോക്കട്ടെ. അറിയില്ല. അവർ ലിഫ്റ്റിൽ ആദ്യം വന്നില്ലേ? അവർ ഫുഡ് എങ്ങനെയുണ്ട്? റൈസ് അത്ര വെന്തിട്ടില്ല അല്ലേ? ഓക്കെ. If you put together the whole thing, the taste, masala, all are normal and very good, very tasty. And it is always good to revisit here again. It is overall, it's a very good. ഓവറോൾ കുഴപ്പമില്ല ആണോ ഏട്ടാ? സെയിം. ഓക്കെ. ചേച്ചി എന്താ ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട? ഓക്കെ. മിന്നു ദാൽ റൈസ്. ഓക്കെ. ആ ഹോട്ടലിൽ നിന്നുള്ള രീതിയിലുള്ള വെറൈറ്റി പ്രതീക്ഷിക്കുന്ന അധികം കൂടുതൽ വെറൈറ്റികളില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ റേറ്റ് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ശരിക്കും ഓത്തൻറ്റിക് നമ്മൾ ശരിക്കും തനി കേരള സ്റ്റൈല് അങ്ങനെ പ്രതീക്ഷിച്ച് വരരുത്. പക്ഷെ ഓക്കെ അല്ല മിന്നു? പക്ഷെ മിന്നു ദാലും റൈസ് കഴിച്ച്, അപ്പം അത് ഇത്ര പറയാൻ മാത്രം ഇല്ല. പക്ഷെ അത് പറയരുത്. കാരണം എന്ന് വെച്ചാലേ ദാലും റൈസൊക്കെ നോർത്ത് ഇന്ത്യൻ അല്ലേ, നമ്മൾ വന്നത് ഒരു കേരള ഹോട്ടലല്ലേ, അപ്പം നമുക്ക് അത്ര വേണ്ടിയിട്ടാണ്. ഈ ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ ചെറിയൊരു മേളയുണ്ട്. മേള വെച്ചാൽ കുറച്ച് ഭരണികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കട്ടെ. ഇഷ്ടപ്പെടാണെങ്കിൽ 1-2 ഭരണി വാങ്ങണമെന്നുണ്ട്. നോക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ളതാ. ഏതാ നല്ല? $250.
പിന്നെ മറ്റേ ആപ്പിളിന്റെ ആ കാണുന്നത് ബ്രിഗേഡ്. ആപ്പിളിന്റെ ഇതാണോ ബ്രിഗേഡ്? സോറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമില്ല, സോറാസാക്കി. അവിടെ നമ്മളിപ്പോ പോകുന്നത് സോറാസാക്കി. സോറ ആൻഡ് സാക്കി. 4 bedroom ഏറ്റവും ചീപ്പസ്റ്റ് ഇതാണ്. നേരെ ഡബിൾ ആണ് സെഞ്ചുറി. ഇന്നലെ പഴം വിട്ടു ബ്രോ, എന്റെ മോന്റെ പ്രോഡക്റ്റ് ഉണ്ട്. മിന്നു ഇവിടെ മൂത്തമ്മ ഇത് നോക്കുന്ന വില്ല നോക്കുന്ന ഇത് എന്താ പറയാ, സോറാസാക്കി കേട്ടോ. അപ്പോൾ മൂത്തച്ഛനും ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. അവർ ഓൾറെഡി നോക്കി പോയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ തുടങ്ങുന്നേ ഉള്ളൂ കൺസ്ട്രക്ഷൻ. കുറച്ചാവാനൊക്കെ സമയം എടുക്കും. ഇത് പിരിക്കുന്ന യെല്ലങ്ക സൈഡിലാണ്. അപ്പോൾ നമ്മൾ ബ്രിഗേഡിൽ എയർപോർട്ടിൽ നിന്ന് എടുത്ത് അല്ല ബ്രിഗേഡ് നോക്കുന്നുണ്ട്. അവർ വന്ന് നോക്കി. അവരൊരു 3-4 സ്ഥലത്ത് പോയി നോക്കിയില്ല, അതിലൊന്നാണ് നോക്കി. നല്ല ഭംഗിയില്ലേ? ഇതിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിളിൻ്റെ ഓഫീസ് മാത്രം. സാമ്പിളിന് ഉണ്ടാക്കി വെച്ചിട്ട് വായിക്കില്ല. കൂടെ ചായ ഒക്കെ കിട്ടും. മാത്രമല്ല വീട്ടിൽ നിന്ന് കയറി വരുന്നിടത്ത് തന്നെ ബെഡ്റൂം. ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ്. ഇത് റൂമിലൊക്കെ ഇപ്പൊ എടുക്കുന്നത്. ഇത് കിച്ചണാണ്. ഇത് പേളിമാനിന്റെ വീട്ടിലുള്ള പോലത്തെ കിച്ചൺ. അത് വേറെ ഒരാൾക്കാരുണ്ടോ? ആ എനിക്കും വേണം ഇങ്ങനെ. എന്റെ റൂമില് ലീഫ് ഗ്രീൻ അയക്കും. ലീഫ് ഗ്രീൻ എന്ന് പറയായിരിക്കും ഇതിന്. എനിക്ക് എന്റെ വിൻഡോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പറായിട്ട് സ്റ്റോറേജും ഉണ്ട്. ഇങ്ങനെ തൈരും ഉണ്ടാക്കും. ഞാൻ ഇപ്പൊ കൊറേ വീട്ടിലായി ഇങ്ങനെ കാണുന്നു. എങ്ങനെയുണ്ട് പിന്നെ സോറാസാക്കിൻ്റെ ഫ്ലാറ്റ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. പിന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഓരോ റൂം കണ്ടിട്ട് ഓരോന്ന് കണ്ടപ്പോഴും ഇത് എൻ്റെ റൂമിൽ വേണം, ഇതിങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മിറർ വർക്ക് വീട്ടിൽ വേണമെന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കാരണം ഇപ്പം സംഭവം എന്താ വെച്ചാൽ അവർ സാമ്പിൾ ഫ്ലാറ്റേ കാണിച്ചു തന്നെങ്കിലും അവർ ചെയ്ത ഇൻറ്റീരിയർ കൊണ്ട് നല്ല ഭംഗിയുണ്ട്. അതിപ്പോൾ അങ്ങനെയല്ലേ അല്ലേ? ഇപ്പോൾ ഒരു വീട് നല്ല ഭംഗിയാക്കണമെങ്കിൽ ജസ്റ്റ് നമുക്ക് റൂം കാണുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. നമ്മളത് ഇൻറ്റീരിയറൊക്കെ ചെയ്ത് നമ്മളത് എത്രത്തോളം ഡെക്കറേറ്റ് ചെയ്യണോ അതിനനുസരിച്ചുള്ള കാര്യം. എന്തായാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ എന്താ സോറാസാക്കി അല്ലേ? സോറ ആൻഡ് സാക്കി. അമ്മ, നമ്മളുടെ വീട്ടിലെ വുഡൻ പാനലില് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ പുട്ട് ഫുള്ള് സാധനങ്ങൾ തീരെ സ്ഥലങ്ങളിലുള്ള ബറടിയും ബാഗും ഒക്കെ പാടെ ഉണ്ട്. ഇവിടെ ഇറക്കുന്നതാണ്. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. ഇനി പോകുന്നില്ലേ? ഇനി പോയിട്ട് അത് എടുത്തോണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇനി എടുക്കാനുണ്ടോ? എന്നാ പോ. Please. Talk on phone. ഏതാണ് 7 സീറ്റിൻ്റെ കാര്യം? ഇപ്പൊ ചേച്ചി വന്നപ്പോഴാണ്. പിന്നെ നീ ഈ സൈഡിലിരുന്നോട്ടോ. ആ സൈഡിൽ
ആ മതി മതി അമ്മേൻ്റെ ഫിക്സും കൊടുക്കും പിന്നെ നീ ആ സൈഡിലെ പൊക്കോ. Oh, നീ ഇത് പിടിക്കോ മിന്നൊന്ന് സർപ്രൈസ്. ബൈ bye, Muttama. ബൈ എന്നാ വിട്ടോ ഡോറ് തുറന്നിട്ട് ബൈ 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 ചേച്ചി. Bye. കണ്ണുകുട്ടി. ചക്കടിന്റെ അച്ഛൻ എവിടെയാ? അച്ഛൻ കണ്ടോ? കുഞ്ഞുമ്മ കളിച്ചിട്ടല്ലേ ഞങ്ങൾ കണ്ടു കേട്ടോ. നല്ല കുട്ടി നല്ല കുഞ്ഞാ. ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. നല്ല കുഞ്ഞാൻ നല്ല കുഞ്ഞാണല്ലോ കൂടോ. നല്ല കുട്ടിയാണേ. നല്ല കുട്ടിയാണേ. കുട്ടിയാണോ ഇത്? അമ്മയുടെ കുട്ടിയാണോ ഇത്? കുട്ടിയാണോ ഇത്? എങ്ങനെ അമ്മ എതിക്കണോ? അവിടെ എങ്ങെ ഇത് എങ്ങെ തക്കിലാണോ? അയ്യോ ഇത് വലിയ കുറ്റായല്ലോ. ഇത് വലിയ അങ്ങനെ നമ്മളെല്ലാം വാങ്ങി വന്നു. ഇനി സാധനങ്ങളൊക്കെ ഒഴിച്ച് എല്ലാം മാറ്റി വെക്കണം. ഇനിയിപ്പോൾ അതാ ഒരു പണിയുള്ളത്. നേരെ ഇപ്പോൾ 6:45. ഇനിയിപ്പോൾ വേറെ പ്ലാനൊന്നുമില്ല. സാധനങ്ങളൊക്കെ ഒഴിച്ചും എല്ലാം റെഡിയാക്കി നാളെ സ്കൂളിൽ പോകുള്ളതും. മിന്നിന് നാളെ സ്കൂളുണ്ട്. ഏട്ടൻ നാളെ രാവിലെ മൈസൂർക്ക് പോകണം. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ എൻ്റെ കുഞ്ഞുമോൻ്റെ കൂടെ ഞാൻ ഇന്ന് കളിച്ചിട്ടില്ല. നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി. ചത്താതി ജമ്പ് ജമ്പ് വാ ജമ്പ് ചെയ്യേ. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ കളിച്ചില്ല കേട്ടോ. ഇന്ന് അമ്മയുടെ കുഞ്ഞിൻ്റെ കൂടെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഞമ്മ പണിയെല്ലാം ചെയ്യുള്ളൂ. എൻ്റെ കുഞ്ഞുമോൻ്റെ കൂടെ കളിച്ചിട്ട് ഇവിടെ വന്നൊന്ന് ഇരുന്നേ. ഒന്ന് ഇടന്നെ. നല്ല കുട്ടി നല്ല കുഞ്ഞാവും. നല്ല കുഞ്ഞിച്ചക്കൻ. ഇതാണ് ബൂണോക്കുട്ടൻ. ഇനി ബൂണോക്കുട്ടിൻ്റെ ടൈമാണ്. ഇനി ബൂണോക്കുട്ടിനോട് ഞങ്ങൾ കളിച്ചെല്ലാം കഴിഞ്ഞിട്ട് അമ്മ എന്ത് പണിയും ചെയ്യുള്ളൂ. അല്ലോ ഞാൻ നല്ല കുട്ടിയായിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നല്ല മോനായിട്ട് ഞങ്ങളെ വീടെല്ലാം നോക്കി പോ. കുറച്ച് കാപ്പി ഉണ്ടാക്കാം കേട്ടോ. പാല് തിളച്ചു. ഇനി കുറച്ച് കാപ്പി കുടിക്കാം. ഞാൻ രാവിലെ പാല് തിളപ്പിച്ചിട്ടില്ലായിരുന്നു. രാവിലെ ആ പോണ കോപ്പി തിളപ്പിച്ചിട്ട് വീണ്ടും വെറുതെ ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. ഞാൻ വെച്ചാൽ വൈകുന്നേരം വന്നിട്ട് തിളപ്പിക്കാം. ഞാനിപ്പോൾ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ തിളപ്പിച്ചു. ഇനി ഈ പാല് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് രാവിലെ എല്ലാവരും പാല് കുടിച്ചിട്ട് പോകും. ഞാനും മിനിയൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് അടിക്കും. ഒരു ഷേക്ക് പോലെ സ്മൂത്തി എന്നൊക്കെ പറയില്ലേ. കുഞ്ഞോ പൊന്നെന്താ വേണ്ട. ശരി ബൈ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.